whatever you are going through for the sake of God, ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്തിലൂടെ കടന്നുപോയാലും all those things will be remembered by God. അവയെല്ലാം ദൈവം ഓർമ്മിക്കുന്നതാണ്. The angels will be rejoicing over you. ദൂതന്മാർ നിങ്ങളെക്കുറിച്ച് സന്തോഷിച്ചാനന്ദിക്കും. You may be saying, I am poor and needy. ഞാൻ സാധുവാണ്, എനിക്ക് ആവശ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. But then always think that the Lord thinks about you. പക്ഷേ ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എപ്പോഴും കരുതണം. You may be thinking, nobody recognizes me, nobody thinks about what I am doing for the Lord. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും ആരും ചിന്തിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും. The Lord remembers about you. ദൈവം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. Today we are going to meditate upon how Mary anointed Jesus. മറിയ എങ്ങനെയാണ് യേശുവിനെ അഭിഷേകിച്ചത് എന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. Mary had done a beautiful thing to Jesus. മറിയ യേശുവിന് മനോഹരമായൊരു കാര്യമാണ് ചെയ്തു കൊടുത്തത്. That's why Jesus says about her in Mark 14:9. അതുകൊണ്ടാണ് യേശു അവളെക്കുറിച്ച് മാർക്കോസ് 14:9 പറയുന്നത്. Wherever the gospel is preached throughout the world, this woman's deed will be remembered and discussed. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തോളം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. Mary came to Jesus with all her love. മറിയ യേശുവിങ്കിൽ സ്നേഹത്തോടു കൂടിയാണ് വന്നത്. Mary did whatever she could do. മറിയ തന്നാലാവുന്നതെല്ലാം ചെയ്തു. And the Lord appreciated her and he said, let me tell her name to all the world. യേശു അവളെ പ്രശംസിച്ചു പറഞ്ഞു, അവളുടെ പേര് ലോകമെങ്ങും പ്രസ്താവിക്കപ്പെടുമാറാകട്ടെ. Let her name be remembered. അവളുടെ പേര് ഓർമ്മിക്കപ്പെടട്ടെ. Whenever anybody does anything in times of our need, we remember them, isn't it? ആരെങ്കിലും തക്ക സമയത്ത് നമ്മുടെ ആവശ്യം നിറവേറ്റിയാൽ നാം അവരെ ഓർക്കാറില്ലേ? We go and tell about them to our friends. നാം അവരെക്കുറിച്ച് സുഹൃത്തുക്കളോടൊക്കെ പറയും. Till our last breath we remember them. അവസാന ശ്വാസം വരെ നാം അവരെ ഓർക്കും. Once when we were in a hotel having lunch as a family, ഒരിക്കൽ ഞങ്ങൾ കുടുംബസഹിതം ഒരു ഹോട്ടലിൽ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ wonderful family was sitting next to us. ഞങ്ങളുടെ ഒരു വശത്ത് നല്ലൊരു കുടുംബം ഇരിക്കുന്നുണ്ടായിരുന്നു. We finished our lunch and we were about to pay the bill. ഞങ്ങൾ ലഞ്ച് കഴിച്ച് ബില്ലടയ്ക്കാൻ പോവുകയായിരുന്നു. And we were sitting and waiting for the bill to come. ഞങ്ങൾ അവിടെ ബില്ല് വരാനായി കാത്തുകൊണ്ടേയിരുന്നു. But the waiter didn't bring the bill at all. പക്ഷേ വെയിറ്റർ ബില്ല് കൊണ്ടുവന്നതേയില്ല. We were so anxious. ഞങ്ങൾക്ക് ഉത്കണ്ഠയായി. But then a waiter came and said, the bill has been paid already. പിന്നീട് വെയിറ്റർ വന്നു പറഞ്ഞു, ഞങ്ങളുടെ ബിൽ പേ ചെയ്തു കഴിഞ്ഞു എന്ന്. A family who was sitting beside you, they paid the bill and left already. നിങ്ങളുടെ സൈഡിലിരുന്ന ഫാമിലി ബിൽ പേ ചെയ്തു പോയി കഴിഞ്ഞു. And he also said, they asked me not to mention their name. അവരുടെ പേര് നിങ്ങളോട് പറയരുതെന്നും അവർ പറഞ്ഞു. Till today we remember that family. ഇന്ന് വരേക്കും ഞങ്ങൾ ആ ഫാമിലിയെ ഓർക്കുന്നു. And we thank God. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. In our ministry also we remember all the partners of the ministry every day in our family prayer. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങളുടെ മിനിസ്ട്രിയിലെ എല്ലാ പാർട്ട്നേഴ്സിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. All those who are giving offering to the ministry. മിനിസ്ട്രിക്ക് സംഭാവനകൾ ചെയ്യുന്ന എല്ലാവർക്കു വേണ്ടിയും. All those who are working for the ministry. മിനിസ്ട്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും we remember them in our prayers. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കുന്നു. Likewise, Jesus also remembered Mary. അതുപോലെ യേശുവും മറിയയെ ഓർത്തു. Mary made an impression on Jesus. മറിയ യേശുവിൽ സ്വാധീനം ചെലുത്തി.
The impact was so great. അതിന്റെ ഫലം വളരെ വലുതായിരുന്നു. And so Jesus said, this woman's deed will be remembered forever. യേശു പറഞ്ഞു, ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തി എന്നെന്നും ഓർമ്മിക്കപ്പെടും. What was the deed Mary do while Jesus was in Bethany, reclining at the table in Simon's house? യേശു ബെത്തനിയയിൽ ശീമോന്റെ വീട്ടിലെ മേശയിൽ ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. She came there with an alabaster jar and poured all the perfume on Jesus' head. അവൾ ഒരു വെൺകൽ ഭരണിയിൽ പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിന്റെ തലയിൽ ഒഴിച്ചു. In Jewish culture, the people of Israel, they used to provide a bowl of water for the invited guest. യഹൂദന്മാരുടെ സംസ്കാരത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുന്നിൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. And they add droplets of perfume in the water so that the water will be giving pleasing aroma. എന്നിട്ട് ആ വെള്ളത്തിൽ സുഗന്ധദ്രവ്യത്തിന്റെ തുള്ളികൾ ഒഴിക്കും. ആ വെള്ളത്തിൽ നിന്ന് അവിടം മുഴുവൻ സുഗന്ധം They would പരക്കും. pour only few drops of perfume. അവർ ഏതാനും തുള്ളികൾ മാത്രമേ ഉറ്റിക്കാറുള്ളൂ. But then Mary poured all the perfume in the jar on Jesus' head. മറിയ ഭരണിയിലെ പരിമള തൈലം മുഴുവനും യേശുവിന്റെ തലയിൽ ഒഴിച്ചു. That's why Jesus appreciated her act of love. അതുകൊണ്ടാണ് യേശു അവളുടെ സ്നേഹം നിറഞ്ഞ പ്രവൃത്തിയെ പ്രശംസിച്ചത്. Jesus appreciated her wholehearted devotion to God. ദൈവത്തോടുള്ള അവളുടെ പരിപൂർണമായ ഭക്തിയെ യേശു പ്രശംസിച്ചു. God will remember your deed also, dear friends. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും ഓർമ്മിക്കും, പ്രിയ സുഹൃത്തുക്കളെ. You may be thinking, nobody recognizes me, nobody thinks about what I am doing for the Lord. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ദൈവത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും ആരും ചിന്തിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും. But then God counts all your tears in His bottle. പക്ഷേ നിങ്ങളുടെ കണ്ണുനീർ തുള്ളികളെല്ലാം ദൈവം എണ്ണി വെച്ചുകൊണ്ടിരിക്കും. He remembers all your wanderings. നിങ്ങളുടെ എല്ലാ അലച്ചിലും ദൈവം ഓർക്കുന്നു. Our God is not an unjust God to forget the labor of love we are showering upon God. ദൈവത്തിൽ നാം ചൊരിയുന്ന സ്നേഹത്തെക്കുറിച്ച് മറക്കാൻ ദൈവം അന്യായക്കാരനായ ദൈവമല്ല. Yes, my mother, when she was young, when she got married, my father was not a Christian. അതെ, എന്റെ അമ്മ ചെറുപ്പത്തിൽ അച്ഛനെ വിവാഹം കഴിച്ചപ്പോൾ എന്റെ അച്ഛൻ ക്രിസ്ത്യാനിയല്ലായിരുന്നു. The whole village did not know about God. ആ ഗ്രാമത്തിൽ ആർക്കും ദൈവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. My mother, for the sake of loving God, her mother-in-law ill-treated her. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന കാരണത്താൽ അമ്മായിമ്മ എന്റെ അമ്മയോട് കഠിനമായി പെരുമാറി. When she was pregnant with me, when she was about to deliver, when she had the delivery pain, she suffered a lot. അമ്മ എന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കാറായപ്പോൾ പ്രസവവേദനയോടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. Her mother-in-law, even after seeing her wriggling with pain, she pushed her outside the house and locked the door. അമ്മ പ്രസവവേദനയാൽ ഉരുളുന്നത് കണ്ടിട്ടും അമ്മായിമ്മ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചു. There was a space behind our house വീടിന്റെ പുറകിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. where we have the grinders to grind masalas. മസാല പൊടിക്കാനുള്ള ആട്ടുകല്ലുകൾ അവിടെയാണ് വെക്കാറുള്ളത്. There at the mud floor my mother delivered me. അവിടെ ആ മൺതറയിലാണ് അമ്മ എന്നെ പ്രസവിച്ചത്. My mother, with all the pain, went to the back door, through the back door to the next house and knocked at the window. വേദനയോടെ അമ്മ പുറകിലെ വാതിക്കൽ ചെന്ന് പുറകിലെ വാതിലിലൂടെ അടുത്ത വീട്ടിലെ ജനാലയിൽ മുട്ടി. But then that grandmother who was in the house could not hear. പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന അമ്മൂമ്മ അത് കേട്ടില്ല. She was deaf and dumb. അവർ ഊമയും ബധിരയുമായിരുന്നു. My mother, with all her strength, took a big stone and threw it at her window.
അപ്പോൾ എന്റെ അമ്മ സകല ശക്തിയും ഉപയോഗിച്ച് ഒരു കല്ലെടുത്ത് അവരുടെ ജനാലയിലേക്ക് എറിഞ്ഞു. And that grandmother came running to help my mother. അപ്പോൾ ആ അമ്മൂമ്മ എന്റെ അമ്മയെ സഹായിക്കാൻ ഓടി വന്നു. And I was born on that mud floor like an orphan. ഞാൻ ആ മൺതറയിൽ ഒരു അനാഥയെ പോലെ ജനിച്ചു. Those times my mother was not remembered. ആ സമയത്ത് എന്റെ അമ്മയെ ആരും ഓർത്തില്ല. But then today the Lord remembered her and blessed me in the ministry. പക്ഷേ ഇപ്പോൾ ദൈവം അമ്മയെ ഓർത്ത് എന്നെ മിനിസ്ട്രിക്കായി അനുഗ്രഹിച്ചു. When I got married, my mother was the only one who rejoiced and thanked God. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എന്റെ അമ്മ മാത്രം സന്തോഷിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. Whatever you are going through for the sake of God, ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്തിലൂടെ കടന്നുപോയാലും all those things will be remembered by God. അവയെല്ലാം ദൈവം ഓർമ്മിക്കുന്നതാണ്. The angels will be rejoicing over you. ദൂതന്മാർ നിങ്ങളെക്കുറിച്ച് സന്തോഷിച്ചാനന്ദിക്കും. You may be saying, I am poor and needy. ഞാൻ സാധുവാണ്, എനിക്ക് ആവശ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. But then always think that the Lord thinks about you. പക്ഷേ ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എപ്പോഴും കരുതണം. The Lord remembers about you. ദൈവം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. What was the situation when Mary was anointing the head of Jesus? മറിയ യേശുവിന്റെ തലയിൽ സുഗന്ധ തൈലം ഒഴിച്ചപ്പോൾ എന്തായിരുന്നു സ്ഥിതി? Jesus knew everybody who were around him. യേശുവിന് ചുറ്റുമുള്ള എല്ലാവരെയും അറിയാമായിരുന്നു. He very well knew the heart of those people. അവരുടെ ഹൃദയങ്ങളെ യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. Disciples were there sitting with him. യേശുവിനോടൊത്ത് ശിഷ്യന്മാരുമുണ്ടായിരുന്നു. The high priests were there sitting with him. മഹാപുരോഹിതന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. And he very well knew about Peter, who was going to deny him 3 times. പത്രോസ് തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. Even though he was a disciple of Jesus, even though he was always with Jesus. അവൻ യേശുവിന്റെ ശിഷ്യനായിരുന്നു, എപ്പോഴും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. Peter denied Jesus. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. He said, I do not know who this man was. ഈ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. And he very well knew the heart of Judas who betrayed Jesus. തന്നെ യൂദാസ് കാട്ടിക്കൊടുക്കുമെന്ന് യേശു അറിഞ്ഞിരുന്നു. Even after this incident, when after Mary anointed the head of Jesus, Judas ran to the chief priest to betray him. മറിയ യേശുവിന്റെ തലയിൽ പരിമള തൈലം പൂശുന്നത് കണ്ടിട്ടും യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ആ മഹാപുരോഹിതന്മാരുടെ അടുത്തേക്ക് ഓടി. Only at this time Mary anointed the head of Jesus. ആ സമയത്താണ് മറിയ യേശുവിന്റെ തലയിൽ തൈലം പൂശിയത്. How much Jesus would have been comforted. യേശുവിന് അത് എത്ര വലിയ ആശ്വാസം നൽകിയിട്ടുണ്ടാവും. Jesus was so sad looking at those people around him. യേശു തന്റെ ചുറ്റുമുള്ളവരെ നോക്കി ദുഃഖിച്ചു. But then when he looked at Mary, he was so happy and he praised her. പക്ഷേ മറിയയെ നോക്കി യേശു വളരെ സന്തോഷിച്ചു, അവളെ പുകഴ്ത്തി. Jesus was a man of sorrow. യേശു ദുഃഖിതനായിരുന്നു. Isaiah prophesied about Jesus long years before. അനേക വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് യേശുവിനെ കുറിച്ച് As പ്രവചിച്ചു. in Isaiah 53:3 we see, യെശയ്യാവ് 53:3 വായിച്ചാൽ കാണാം. he was despised and rejected by men. യേശുവിനെ എല്ലാവരും തിരസ്കരിച്ചു. He was a man of sorrows and acquainted with grief. യേശു ദുഃഖിതനായിരുന്നു, ദുഃഖത്തിന്റെ പ്രതീകമായിരുന്നു. At that time when Mary was anointing, Jesus was with full of sorrow. മറിയ യേശുവിന് തൈലം പൂശിയപ്പോൾ യേശു ദുഃഖിക്കുകയായിരുന്നു. That's why the Lord appreciated Mary's act of love. അതുകൊണ്ടാണ് സ്നേഹത്തോടെയുള്ള മറിയയുടെ പ്രവൃത്തിയെ യേശു പ്രശംസിച്ചത്.
And so the first thing the Lord said about Mary was from Mark 14:8. He said, "She has anointed my body beforehand for my burial." യേശു മറിയയോട് പറഞ്ഞ ആദ്യത്തെ കാര്യം മാർക്കോസ് 14:8 എഴുതിയിരിക്കുന്നു. കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്ത് മുൻകൂട്ടി തൈലം പൂശി. Mary did not know and she did not understand what was happening. എന്താണ് യേശു പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മറിയയ്ക്ക് അറിയില്ലായിരുന്നു. She never even understood that Jesus was going to die. യേശു മരിക്കാൻ പോകുന്നതും അവൾക്കറിയില്ലായിരുന്നു. But then this act of Mary's love comforted Jesus a lot at the time of his death. എന്നാൽ മറിയയുടെ ഈ പ്രവൃത്തി മരണസമയത്ത് യേശുവിന് ആശ്വാസകരമായിരുന്നു. People around Jesus were complaining about Mary. യേശുവിന്റെ കൂടെയുണ്ടായിരുന്നവർ മറിയയെക്കുറിച്ച് പരാതി പറഞ്ഞു. Saying, "Why is she wasting this perfume upon Jesus?" എന്തിനാണ് ഇവൾ ഈ സുഗന്ധദ്രവ്യം പാഴാക്കുന്നത്? She would have sold this perfume for more than a year's wages. ഈ തൈലം വിറ്റ് അവൾക്ക് 1 വർഷം ചിലവുകൾ നടത്താമായിരുന്നു. But Mary thought that that was an appropriate way of honoring Jesus. പക്ഷേ യേശുവിനെ ബഹുമാനിക്കാൻ പറ്റിയ വഴി അതാണെന്ന് മറിയയ്ക്കറിയാം. She acted immediately. അവൾ ഉടനെ അങ്ങനെ ചെയ്തു. Jesus said she did this act beforehand. അവൾ ഈ പ്രവൃത്തി മുൻകൂട്ടി ചെയ്തു എന്ന് യേശു പറഞ്ഞു. Mary never hesitated. മറിയ ഒരിക്കലും സംശയിച്ചു നിന്നില്ല. She did that immediately what was in her heart. തന്റെ ഹൃദയത്തിലുള്ളത് പ്രകാരം അവൾ പ്രവർത്തിച്ചു. So the Lord appreciated her. അതുകൊണ്ട് യേശു അവളെ പ്രശംസിച്ചു. The Bible says when we do our deeds for God, it is appreciated. നാം ദൈവത്തിനായി പ്രവർത്തിക്കുമ്പോൾ ദൈവം അതിനായി പ്രസാദിക്കുമെന്ന് ബൈബിളിൽ പറയുന്നു. In James 2:26 we see യാക്കോബ് 2:26 പറയുന്നു, faith without deed is dead. വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർജീവമത്രേ. Yes, she acted upon what she decided. അതെ, അവൾ തന്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിച്ചു. She went an extra mile to honor Jesus. അവൾ യേശുവിനെ ബഹുമാനിക്കാനായി 1 മൈൽ മുന്നോട്ടു നീങ്ങി. That comforted the heart of Jesus a lot. അത് യേശുവിന്റെ ഹൃദയത്തെ ഒരുപാട് ആശ്വസിപ്പിച്ചു. Yes, whatever you do is accounted by Jesus himself in the book of life. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ യേശു ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. In all of our partners meeting, we used to encourage our partners saying, whatever you have given, the Lord has recorded everything in his book. പാർട്ട്നേഴ്സ് മീറ്റിംഗിൽ ഞങ്ങൾ എപ്പോഴും പാർട്ട്നേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തിനായി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ജീവപുസ്തകത്തിൽ എഴുതപ്പെടുമെന്ന്. And we used to tell them, your giving has wiped away the broken-hearted people's tears. നിങ്ങളുടെ ദാനങ്ങൾ ഹൃദയം തകർത്തവരുടെ കണ്ണുനീർ തുടയ്ക്കുമെന്ന് പറയാറുണ്ട്. Millions of people come and attend our meeting. അനേകം കോടി ജനങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. But then only very few they give offering for the ministry. പക്ഷേ ദൈവവേലയ്ക്കായി വളരെ കുറച്ച് പേരെ സംഭാവന ചെയ്യാറുള്ളൂ. And that's why we gather them and we hold a meeting called partners meeting and we appreciate them. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഒരുമിച്ച് ചേർത്ത് അവരെ പ്രശംസിക്കാനായി പാർട്ട്നേഴ്സ് മീറ്റിംഗ് നടത്തുന്നത്. They not only receive miracles but they give to God. അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക മാത്രമല്ല, ദൈവത്തിന് കാണിക്കകളും കൊടുക്കുന്നു. Faith without deed is dead. പ്രവർത്തനമില്ലാത്ത നേട്ടം നിർജീവമാണ്. It's good to have faith. വിശ്വാസമുണ്ടാവുന്നത് നല്ലതാണ്. But then if we do not act, it is a dead act. പക്ഷേ നാം പ്രവർത്തിക്കാതിരുന്നാൽ അത് നിർജീവമാകും. Let us act immediately. നാം ഉടനെ പ്രവർത്തിക്കണം. These days are so evil. വളരെ ദുഷിച്ച കാലമാണിത്.
Whatever the Lord has put in your heart, do it immediately. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നത് ഉടനെ ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.